വഴിയിൽ മാനവജാതിയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, മാനവജാതിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ അനുഗ്രഹീതനായ ഉന്നതനായ രാജാതിരാജാവായ കർത്താവായ ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച ഈ അനുഗ്രഹീതനായ വ്യക്തിത്വത്തെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി ദൈവമായി അംഗീകരിക്കുന്നില്ല എന്ന് എത്ര മിടുക്കനായാലും, എത്ര പള്ളിഭക്തനായാലും, എത്ര മിടുക്കിയായാലും നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതാകുന്നു സമയം. ഈ രക്ഷിതാവായ ദൈവത്തെ, നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ഈ കുഞ്ഞാടിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുവാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ മനസ്സുണ്ടോ? പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്, നിങ്ങൾക്ക് വേണ്ടി ജയാളിയായ കുഞ്ഞാട്, നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാട്, ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്ന ഈ കുഞ്ഞാട്, ആ ന്യായവിധിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അതാണ് ഈ യോഗത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ന്യായവിധിയിൽ നിങ്ങൾ വീണു പോകുവാൻ പാടില്ല. പള്ളിക്കാരെ നോക്കിയല്ല ദൈവം ന്യായം വിധിക്കുന്നത്. ഒറ്റ ചോദ്യം, ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ? ഇന്ന് രാത്രിയിൽ അങ്ങനെ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് യേശുവിന്റെ മുമ്പാകെ, ഈ കർത്താവിന്റെ മുമ്പാകെ ഒരു തീരുമാനമെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്താ തീരുമാനിക്കേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി ജയാളിയായി തീർന്ന കർത്താവ്, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും, ശ്രദ്ധിക്കണേ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെയുള്ളവരെയാണ് ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കുന്നത്. നിങ്ങളൊരു പക്ഷെ വിചാരിക്കും, ഞാനിവിടുത്തെ പെന്തക്കോസ്ത് പള്ളിയിലാണ് പോകുന്നത്, ഞാനിവിടുത്തെ ബ്രദറൻ സഭയിലാണ് പോകുന്നത്, ഞാനിവിടുത്തെ നല്ല പള്ളിയിലൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനങ്ങ് പോകും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി. അല്ല, പള്ളികളല്ല നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റവനല്ലേ ഈ കർത്താവ്? പീലാത്തോസിന്റെ കൽത്തളത്തിൽ രക്തധാരിയായി നിന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രിയമുള്ളവരെ? മാനവജാതിയുടെ പാപത്തിനു വേണ്ടിയിട്ടല്ലായിരുന്നു. എന്തിനാ ഈ പ്രാണനായകന്റെ പുറം മുഴുവൻ അടിച്ച് ചീന്തപ്പെട്ടത്? എന്തിനു വേണ്ടിയിട്ടാ? യേശു കർത്താവിനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാർ വിരൂപമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? തലയിൽ മുൾക്കിടം വെച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ പുറത്ത് കോല് കൊണ്ടടിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ലേ? നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഈ യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ മനസ്സുണ്ടോ? പ്രിയമുള്ള